സംസ്ഥാനത്ത് UDF തരംഗം 102 സീറ്റ് നേടി 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തി. 63 സീറ്റ് നേടി കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി. UDF തേരോട്ടത്തിൽ 13 മന്ത്രിമാർ പരാജയത്തിന്റെ കൈപ്പറഞ്ഞു. പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിയ ജയം. കഴിഞ്ഞ തവണ കേവലം 41 സീറ്റിലൊതുങ്ങിയ UDF ഇത്തവണ നേടിയത് ചരിത്ര വിജയം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും വ്യക്തമായ മേധാവിത്വം. മലപ്പുറം, കോട്ടയം, എറണാകുളം, വയനാട്, ഇടുക്കി ജില്ലകളിലെ മുഴുവൻ സീറ്റുകളിലും UDFന്റെ സമഗ്രാധിപത്യം. പത്തനംതിട്ട, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഓരോ സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം UDF തൂത്തുവാരി. പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലും ശക്തമായ തിരിച്ചുവരവ്. ഘടകകക്ഷികളിലെ പ്രധാനികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇത്തവണ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരിച്ച 8 സീറ്റിൽ 7 നേടി കേരള കോൺഗ്രസ് മുന്നണിയിലെ 3ാം സ്ഥാനം ഉറപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച ആത്മവിശ്വാസവുമായാണ് ഇത്തവണ UDF നിയമസഭയിലേക്ക് പോരാട്ടത്തിനിറങ്ങിയത്. സർക്കാരിനെതിരായ പ്രചാരണങ്ങളായിരുന്നു പ്രധാന മുദ്രാവാക്യം. ശബരിമലയും CPMന്റെ STPI BJP കൂട്ടുകെട്ടുമെല്ലാം പ്രചാരണ വിഷയങ്ങളാക്കി. ശക്തമായ സർക്കാർ വിരുദ്ധ വികാരം പ്രചാരണത്തിൽ ഗുണം ചെയ്തു. ഒപ്പം UDFന്റെ പ്രകടന പത്രികയിലെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനവും സ്ത്രീ വോട്ടർമാർ അടക്കമുള്ളവരെ കാര്യമായി സ്വാധീനിച്ചു. സമീപകാലത്തെ സമാനതകളില്ലാത്ത വിജയം ഭരണം മാത്രമല്ല, കടുത്ത ആത്മവിശ്വാസം കൂടിയാണ് കോൺഗ്രസ് പാർട്ടിക്കും UDF മുന്നണിക്കും സമ്മാനിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.